കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മലയോര മണ്ണിൽ കലോത്സവം എത്തുന്നത്. നാടെങ്ങും ആഘോഷമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യ ദിവസം മുതൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരും നമ്മോടൊപ്പമുണ്ട്. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ ഈ 2 ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ളതെന്ന്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഈ 2 ദിവസം കൊണ്ട് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഭക്ഷണം വിളമ്പുക എന്നുള്ളതാണ് ഞങ്ങളെ ഏൽപ്പിച്ച ജോലി. ഭക്ഷണം എല്ലാവരും വരുമ്പം ഭക്ഷണം വിളമ്പി കൊടുക്കുക, പിന്നെ തീർന്ന സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാവർക്കും പിന്നെ വീണ്ടും വിളമ്പുക, അങ്ങനെ പിന്നെ ഇവിടെ എല്ലാം ക്ലീൻ ആക്കുക, എല്ലാവർക്കും വെള്ളം കൊടുക്കുക. അതൊക്കെയാണ് ഞങ്ങളുടെ ജോലി ഇതിനകത്ത് പെടുന്നത്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഓരോ സ്ഥലത്ത് ഓരോരുത്തരെ നിർത്തുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇതുവരെ വരാത്ത രീതിയിൽ, ഒരു ഭക്ഷണത്തിന് ആൾ വന്നിരിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് ഭക്ഷണം കൊടുക്കുന്നു, ഒരു സ്ഥലത്ത് വെള്ളം കൊടുക്കുന്നു, ഒരു സ്ഥലത്ത് കറി, അങ്ങനെയെല്ലാം ഒന്നിച്ച് വിളമ്പി അവർക്ക് തൃപ്തരായിട്ട് അവർ പോകുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ അതോ ഓരോ വാർഡ് തോറുമാണോ? ഓരോ വാർഡിനാണ് ഓരോ ദിവസം കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി. ഇന്ന് വന്നവർ നാളെ വരുന്നില്ല, അപ്പം വേറെ ആളുണ്ട് ഇവിടെ പണിയെടുക്കാൻ. അങ്ങനെ ഇന്നത്തെ പ്രധാന വിഭവങ്ങളൊക്കെ എന്താണ്? ഇന്ന് ചോറ്, സാമ്പാറ്, കൂട്ടുകറി, തോരന്, പിന്നെ അച്ചാറ്, പച്ചടി ഇത്രയാണ് ഇന്നുണ്ടായത്. പായസം. ഞങ്ങൾ 4 ദിവസമായി. 11ഉം 12ഉം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഇന്ന് ഫുൾ ടൈം ഉണ്ട്. നമ്മള് ഫുഡ് കമ്മിറ്റിയിലുണ്ട്, അതുകൊണ്ട് ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ട്. വൈകുന്നേരം 5 മണി വരെ. രാവിലെ 9 മണിക്ക് തുടങ്ങും. കലോത്സവം കാണാൻ പറ്റിയൊന്നുമില്ല, പക്ഷെ നമ്മൾ ഫുൾ ടൈം ഫുഡ് കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫുൾ ടൈം വിളമ്പാനും പിന്നെ അതുപോലെ പാചകപ്പുരയിലും പിന്നെ പാത്രം കഴുകലും എല്ലാ ഡ്യൂട്ടിയും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അല്ല. സംഘനൃത്തം ഇത് കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകും. കാരണം നമുക്ക് അത് കാണാൻ ആഗ്രഹമുണ്ടല്ലോ. കുട്ടികളുടെ പരിപാടിയല്ലേ, ഞങ്ങളുടെ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടുള്ള ഒരു പരിപാടിയല്ലേ, പാവത്തെ പരിപാടി ആയതുകൊണ്ട് കാണാൻ ആഗ്രഹമുണ്ട്. അതിനൊപ്പം ഈ പരിപാടി നടക്കണം. വരുന്ന എല്ലാവരെയും പിന്നെ ഭക്ഷണം കഴിപ്പിച്ച് വയർ നിറപ്പിക്കുക, അതിനൊപ്പം മനസ്സ് നിറപ്പിക്കുക. എല്ലാവർക്കും നല്ല പുഞ്ചിരിയോടെയാണ് ഞങ്ങൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. എല്ലാവരെയും സന്തോഷമാക്കി വിട്ടേക്കുന്നത്. കലോത്സവം നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമായിട്ടാണ് ഇപ്പോൾ കലോത്സവം മാറിയിട്ടുള്ളത്. എല്ലാവരുടെയും മുഴുവൻ നാട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഉണ്ട്. എല്ലാ കുടുംബശ്രീ പ്രവർത്തകരും എല്ലാ ദിവസങ്ങളിലും വന്ന് അവസാനം ക്ലീനിങ് വരെ കഴിഞ്ഞിട്ടാണ് കമ്മിറ്റിക്കാരും പിന്നെ കുടുംബശ്രീ അംഗങ്ങളും ഒക്കെ പോകുന്നത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം പരമാവധി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പരിപാടികളും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിനേക്കാൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ നല്ല ഭക്ഷണം കൊടുത്തു വിടുക, അവരെ തൃപ്തരായി മടക്കി വിടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് ഒരു പരിപാടി ഈ നിമിഷം വരെ കണ്ടിട്ടില്ല.